ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓട്ടോമാറ്റിക് സ്ലൈഡിംഗ് ഗേറ്റ് മോട്ടറാണ്. മുമ്പും ഞാൻ ഈ മോട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. വീടൊന്ന് പുതുക്കി പണിതപ്പോൾ പഴയത് മോശമായി. അപ്പോൾ അത് മാറ്റിയിട്ട് പുതിയതൊന്ന് വെക്കാനുള്ള തീരുമാനത്തിലാണ് പുതിയ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കതിൻ്റെ ആക്സസറീസും വാങ്ങിക്കാൻ കിട്ടും. 2-3 ആക്സസറീസ് ഞാനും വാങ്ങിയിട്ടുണ്ട്. നമുക്കതൊക്കെ ഒന്ന് നോക്കാം, പരിചയപ്പെടാം. ഈ കിറ്റ് ഉപയോഗിച്ചിട്ട് നിലവിലുള്ള സ്ലൈഡിംഗ് ഗേറ്റിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ നമുക്കത് ഓട്ടോമാറ്റിക് ഗേറ്റാക്കി മാറ്റാൻ സാധിക്കും. അതിനുള്ള റാക്കുകൾ അതിന്മേൽ ഗേറ്റിൽ ഉറപ്പിച്ചാൽ മാത്രം മതി. ഗേറ്റിൽ ചെയ്യേണ്ട അത്രയേ ഉള്ളൂ. നിലവിലുള്ള സ്ലൈഡിംഗ് ഗേറ്റിന് ഇത് ചെയ്യാവുന്നതാണ്. സീയിങ് ഗേറ്റിനാണെങ്കിൽ വേറെ മോട്ടറുകൾ വരുന്നുണ്ട്. 500 കിലോഗ്രാം വരെ പുഷ് ചെയ്യാനും പുൾ ചെയ്യാനും കഴിയുന്ന മോട്ടറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഒരു വാർണിംഗ് ലൈറ്റ്, 2 മാഗ്നറ്റുകൾ, 3 റിമോട്ട്, ഇൻഫ്രാറെഡ് സെൻസർ, ഇത്രയും കാര്യമാണ് ഇതിൻ്റെ ഒപ്പം കൂടുതലായിട്ടുള്ളത്. പിന്നുള്ളത് ഇതിൻ്റെ ഒരു കീ ഉണ്ട്, ക്ലച്ച് റിലീസ് ചെയ്യാനുള്ള കീ. പിന്നെ സ്റ്റോപ്പ് ഓപ്പൺ ചെയ്യാനൊക്കെ വേണ്ടിയുള്ളൊരു ബട്ടൺ, അത് അഡീഷണൽ വാങ്ങിയതാണ്. മാഗ്നറ്റ് ഉറപ്പിക്കാനുള്ള ക്ലാമ്പുകൾ, പിന്നെ അതിൻ്റെ വാഷറുകളും നെറ്റ് ബോൾട്ട്, പിന്നെ ജെ ടൈപ്പിലുള്ള സ്ക്രൂകളുണ്ട്. അത് കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ബാക്കി അതിൻ്റെ സ്ക്രൂകളും നെറ്റ് ബോൾട്ടുകളൊക്കെയാണ് ഉള്ളത്. മെയിനായിട്ട് ഒരു പ്ലേറ്റ് കൂടി ഉണ്ട് ഇതിന്. ഈ പ്ലേറ്റ് കോൺക്രീറ്റിൽ വെച്ചിട്ട് അതിൻ്റെ ലെവൽ ക്ലിയർ ആക്കിയിട്ട് വേണം ജെ ബോൾട്ടുകൾ നമ്മൾ കോൺക്രീറ്റിൽ ഉറപ്പിച്ച് കൊടുക്കാൻ. ഇത്തരം സംഗതികളാണ് ഇതിലുള്ളത്. ആദ്യം ഞാൻ ഉപയോഗിച്ച ഗേറ്റ് ആയതുകൊണ്ട് അതിന് ഫൗണ്ടേഷനും നെറ്റ് ബോൾട്ട് കാര്യങ്ങളൊക്കെ ആൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. പഴയ കേബിളും വയറിങ്ങൊക്കെ ഒഴിവാക്കിയിട്ട്, അതേപോലെ പഴയ പ്ലേറ്റും ഒഴിവാക്കിയിട്ടുണ്ട്, മോട്ടോർ വെക്കാനുള്ള പ്ലേറ്റ്. പഴയ ഗേറ്റുമേ പഴയ റാക്കുകളുണ്ട്, പൽചക്രം പോകാനുള്ള റാക്കുകളൊക്കെ പഴയതിനുണ്ട്. അതിനൊന്നും ചെയ്തിട്ടില്ല. ഇവിടെയാണ് മോട്ടർ വരിക. മോട്ടർ വന്നിട്ട് ഈ റെയിലിലൂടെ പോകുന്ന ഗേറ്റുമേ ഉറപ്പിച്ച റാക്കിലെ നീക്കുകയാണ് ചെയ്യുന്നത്. അത് നീക്കാൻ വേണ്ടിയിട്ട് ഒരു പൽചക്രം മോട്ടറിലും ഉണ്ടാകും. ഇത്രയാണ് മെയിനായിട്ട് ഇതിൽ വരുന്ന സംഗതികൾ. പിന്നെ 2 സൈഡിലും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇൻഫ്രാറെഡ് സെൻസർ വെക്കണം. അപ്പോൾ ഇൻഫ്രാറെഡ് സെൻസർ വെക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഞാൻ പൈപ്പ് മുകളിലേക്ക് വെച്ചിട്ടുണ്ട്, ഒരു ഇരുമ്പ് പൈപ്പ് വെച്ചിട്ടുണ്ട്, സ്ക്വയർ ട്യൂബ്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഞാനൊരു വയറിങ് അവിടെ ആദ്യം തന്നെ വയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് സെൻസറുകൾ നമുക്ക് ഘടിപ്പിക്കേണ്ടത്. ഗേറ്റ് ഓപ്പണിങ്ങിനും ക്ലോസിങ്ങിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മാഗ്നറ്റുകൾ ഉറപ്പിച്ചിട്ടുണ്ട്. ലിമിറ്റ് സ്വിച്ച് വർക്ക് ചെയ്യിക്കാനാണ് ഈ മാഗ്നറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. ലിമിറ്റ് സ്വിച്ച് നമ്മളെ റീഡ് സ്വിച്ചുകളാണ് ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ മുകളിലും താഴെയായിട്ട് റീഡ് സ്വിച്ചുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മാഗ്നറ്റ് ഗേറ്റിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റ് പാസ് ചെയ്ത് ഇതിനടുത്തെത്തുന്നതോടെ മോട്ടർ ഓഫാവും. അതാണ് അതിൻ്റെ പ്രവർത്തന തത്വം. ഈ മോട്ടറിൻ്റെ കവർ നമ്മൾ അഴിച്ചാൽ വെർട്ടിക്കലായിട്ട് നിർത്തിയ ഒരു മോട്ടറാണ് കാണുന്നത്. അത് ഗിയർ വഴിയാണ് ഹൊറിസോണ്ടലായിട്ട് നമുക്ക് ഔട്ട് കിട്ടുന്നത്. പിന്നെ കാണുന്നത് ഒരു കപ്പാസിറ്റർ ഉണ്ടാകും. ഇത്രയാണ് ഔട്ട് പുറത്ത് കാണുന്നത്. പിന്നെ ഒരു കൺസീൽഡ് ബോക്സ് ഉണ്ട്. ബോക്സിൻ്റെ ഉള്ളിലാണ് സർക്യൂട്ട് ബോർഡൊക്കെ ഉള്ളത്. ഈ കിറ്റിനോട് കൂടെ 2 റിമോട്ട് കമ്പനി തരുന്നുണ്ട്. റിമോട്ട് കൺട്രോൾ നമുക്ക് കൂടുതൽ വാങ്ങിക്കാൻ കിട്ടും. എത്ര റിമോട്ട് വേണമെങ്കിലും ഒരു 100 റിമോട്ട് വരെ വേണമെങ്കിൽ നമുക്ക് ഇതിനോട് ആഡ് ചെയ്യാൻ സാധിക്കും. ആഡ് ചെയ്യാൻ അതിലൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ അമർത്തിയിൽ അതിലൊരു LED കത്തും. ആ LED കത്തുന്ന സമയത്ത് പുതിയ റിമോട്ടിൻ്റെ ബട്ടണുകൾ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവിടെ ബ്ലിങ്ക് ചെയ്യും. ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിനോട് ജോയിൻ്റായി. റിമോട്ടിന് 4 ബട്ടണാണുള്ളത്. അത് 2 രൂപത്തിൽ നമുക്ക് റിമോട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. 4 ബട്ടണിൽ ഓരോ ബട്ടണ് ഓരോന്നിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് ബട്ടണ് ഗേറ്റ് ഓപ്പൺ, സെക്കൻഡ് ബട്ടണ് സ്റ്റോപ്പ്, തേർഡ് ബട്ടൺ ക്ലോസ്. ഇങ്ങനെയും ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, നമുക്ക് പുഷ് ബട്ടൺ രൂപത്തിലും ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കും. റിമോട്ടിൻ്റെ ഏത് ബട്ടണിൽ അമർത്തിയാലും ഫസ്റ്റ് ഗേറ്റ് ഓപ്പൺ ആകും. വീണ്ടും അതേ ബട്ടൺ പ്രസ് ചെയ്താൽ ഗേറ്റ് സ്റ്റോപ്പ് ആകും. അതേ ബട്ടൺ മൂന്നാമതും പ്രസ് ചെയ്താൽ ഗേറ്റ് ക്ലോസ് ആകും. ഈ രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിലെ സർക്യൂട്ട് ബോർഡ് വർക്ക് ചെയ്യുന്നത് 24 വോൾട്ടിലാണ്. ഇൻഫ്രാറെഡ് സെൻസറുകൾക്ക് ഏറ്റവും അനുയോജ്യം 24 വോൾട്ടാണ്. അത് 12 വോൾട്ട് മുതൽ 24 വോൾട്ട് വരെ വർക്ക് ചെയ്യുമെങ്കിലും ഒരു വോൾട്ടേജ് വേരിയേഷനൊക്കെ ഉണ്ടാകുമ്പോൾ കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ ഏറ്റവും നല്ലത് 24 വോൾട്ടിൽ ഇൻഫ്രാറെഡ് കൊടുക്കുന്നതാണ്. ഇനി അനുബന്ധ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വാട്ടർ ലെവൽ വെച്ചിട്ട് വേണം ഇത് പ്ലേറ്റ് ഉറപ്പിക്കാൻ. പ്ലേറ്റ് ഉറപ്പിക്കുമ്പോൾ
ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് ഉള്ള ബോൾട്ടിൽ ഈ പ്ലേറ്റ് വെക്കുന്ന സമയത്ത് അവിടെ പ്ലേറ്റ് വാഷർ ഇട്ടതിന് ശേഷം 2 സ്പ്രിങ് വാഷർ ഓരോ സ്ക്രൂവിനും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ടൈറ്റ് ചെയ്യുന്നതിനനുസരിച്ച് പൊക്കാനും താഴ്ത്താനും സാധിക്കും. അത് ഗേറ്റിൽ ഉറപ്പിച്ചിട്ടുള്ള റാക്കിലേക്ക് മോട്ടറിൻ്റെ ഈ പൽചക്രം ഉണ്ടല്ലോ, അവിടെ ചെറിയൊരു ക്യാപ്പ് ഉണ്ടാവും. ആ ക്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ രണ്ടാമത്തെ ബോൾട്ട് മുറുക്കുന്നതിനനുസരിച്ച് ക്യാപ്പ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. അത് പ്രാക്ടീസിലൂടെ മനസ്സിലാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് പ്ലേറ്റ് ഉറപ്പിക്കുന്നതിന് മുമ്പ് 2 സ്പ്രിങ് വാഷറും 1 പ്ലേറ്റ് വാഷറും ഇട്ട് കൊടുക്കാൻ പറഞ്ഞത്. ഇതിന് ഫൗണ്ടേഷൻ ഇടുമ്പോൾ ആദ്യം കേബിൾ പോകാനുള്ള ഹോളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഉറുമ്പ് കൂട്ടി നാശമായതുകൊണ്ട് ഞാൻ പുറത്തിലൂടെയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ഫൗണ്ടേഷൻ്റെ ഉള്ളിലൂടെ കേബിൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ കുറച്ചും കൂടി വൃത്തിയായിരിക്കും. പ്ലേറ്റ് വെക്കുമ്പോൾ സ്പിരിറ്റ് ലെവലോ വാട്ടർ ലെവലോ വെച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ്. XY ആക്സിലും നോക്കുന്നത് നന്നായിരിക്കും. ഏറെക്കുറെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് നെട്ടിട്ട് ടൈറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അടിയിൽ വാഷർ ഇട്ടിട്ട് പൊക്കി കൊടുത്ത് ക്ലിയർ ചെയ്യേണ്ടതാണ്. ഇവിടെ പ്ലേറ്റിൻ്റെ അടിയിൽ ഞാൻ വാഷർ ഇട്ട് ഉയർത്തിയിട്ടുണ്ട്. കാരണം എനിക്ക് കേബിൾ കൊണ്ടുപോകാൻ പ്ലേറ്റിലുള്ള ഹോൾ വഴി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ഉയർത്തിയിട്ടുള്ളത്. പ്ലേറ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്പിരിറ്റ് ലെവൽ വെച്ചിട്ട് നമ്മൾ ലെവലൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അല്ലാത്ത പക്ഷം ഇതിൻ്റെ മോട്ടറിൻ്റെ ചക്രങ്ങൾ പൽചക്രത്തിനൊക്കെ ചെറിയ തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഇനി മോട്ടർ ഒന്ന് വെച്ച് നോക്കിയിട്ട് ലെവൽ ക്ലിയർ ആണോ നോക്കുക. ഏകദേശം ക്ലിയർ ആവുന്ന ഭാഗങ്ങൾ നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം. മോട്ടർ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനൊരു ക്ലച്ച് കീ ഉണ്ട്. കമ്പനി ഒരു കീ കൊടുത്തിട്ടുണ്ടാവും. ആ കീ അതിലിട്ടിട്ട് വലിച്ചിട്ട് ലിവർ വലിക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഗിയർ കറങ്ങുള്ളൂ, പൽചക്രം കറങ്ങുള്ളൂ. അപ്പോഴേ നമുക്ക് ഗേറ്റ് അലൈൻമെൻറ്റ് നടത്താൻ പറ്റും. ഇപ്പോൾ ഗേറ്റിൻ്റെ റാക്കിനും ഗിയറിനും ഇടക്ക് ചെറിയ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അത് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ ഇത് പൊങ്ങിക്കോളും. അതും കൂടി നമ്മൾ നോക്കേണ്ടതാണ്. ടൈറ്റ് ചെയ്യുമ്പോൾ 2 സൈഡും ഒരേ മാതിരി ടൈറ്റ് ചെയ്ത് പൊക്കണം. ഇപ്പോൾ ഏകദേശം ടൈറ്റ് ചെയ്ത് ക്ലിയർ ആയിട്ടുണ്ട്. ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഗേറ്റ് തള്ളുന്നതിന് ഇതിൻ്റെ മുൻവശത്ത് കീ കൊടുത്തിട്ട് ആ ലിവർ വലിക്കണം. ലിവർ വലിച്ചു കഴിഞ്ഞാൽ ബാക്ക് സൈഡിലുള്ള ഗിയർ റിലീസാകും. ഗിയർ റിലീസായാലും നമുക്ക് ഗേറ്റ് തള്ളി നോക്കാൻ സാധിക്കും. ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഗേറ്റ് ഓട്ടോമാറ്റിക് ലോക്ക് കൂടിയാണ്. വേറെ പുറത്തുനിന്ന് ഒരാൾക്ക് തള്ളി മാറ്റാൻ സാധിക്കില്ല. ഗേറ്റ് 20 സെക്കൻഡ്, 30 സെക്കൻഡ്, 40-45 സെക്കൻഡൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായി ക്ലോസ് ചെയ്യാനുള്ള സംവിധാനം ഇതിൽ തന്നെ വെക്കാൻ പറ്റും. ഒരിക്കൽ തുറന്നിട്ട് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ നമ്മൾ സെറ്റ് ചെയ്ത സെക്കൻഡ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലോസ് ചെയ്യും. ഈ ഓട്ടോമാറ്റിക് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു വാഹനമോ ഒരാളോ കയറി വന്നാൽ അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫ്രാറെഡ് സെൻസർ വെക്കുന്നത്. ഇത് ബീം സെൻസറാണ്, സിംഗിൾ ബീം സെൻസറാണ്. അപ്പോൾ ഇത് 20 മീറ്റർ വരെയൊക്കെ നമുക്ക് സിംഗിൾ ബീം സെൻസർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഗേറ്റ് 19 അടിയാണ്, അത്യാവശ്യം നീളമുള്ള ഒരു ഗേറ്റാണ്. അപ്പോൾ ഇതിനിടക്ക് നമ്മൾ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ അടയുന്നത് ഓട്ടോമാറ്റിക് അങ്ങോട്ടന്നെ തുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെൻസർ ഉപയോഗിക്കുന്നത്. സെൻസറുകളിൽ ഒന്ന് റിസീവറും ഒന്ന് ട്രാൻസ്മിറ്ററും ആയിരിക്കും. വെയിറ്റ് കൂടിയതാണ് റിസീവർ ഉണ്ടാവുക. എന്തായാലും ഇതിൽ 12 വോൾട്ടിലും 24 വോൾട്ടിലും വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് നേരിട്ട് തന്നെ മോട്ടോറിൻ്റെ പവർ സപ്ലൈ ബോർഡിൽ നിന്ന് അതിൽ കൊടുക്കാവുന്നതാണ്. ട്രാൻസ്മിറ്ററിൽ 2 കണക്ഷനും റിസീവറിൽ 4 കണക്ഷനുമാണ് ഉണ്ടാവുക. ഇതിലുള്ള ഒരു ജമ്പർ ഉണ്ട്. ആ ജമ്പർ മാറ്റി വെച്ചിട്ട് നോർമലി ഓപ്പൺ നോർമലി ക്ലോസും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് ഗേറ്റിൻ്റെ 2 സൈഡുകളിലായിട്ടാണ് വെക്കേണ്ടത്. ഇതിന്ന് ബീംസ് നേരിട്ട് സെൻസറിലേക്ക് തട്ടുന്ന രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ വെള്ളം കിടക്കാതിരിക്കാൻ കമ്പനിയുടെ ഒരു വാഷർ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ വാഷർ അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ ഇത് വൈഫൈ എനാബിൾഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ചെറിയൊരു ബോർഡ് വാങ്ങിക്കാൻ കിട്ടും. അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതല്ല കുറച്ചും കൂടി കാശ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ വൈഫൈ എനാബിൾഡ് മോട്ടർ തന്നെ വരുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ ബോർഡ് വാങ്ങി വെക്കുന്നതും വൈഫൈ എനാബിൾഡ് ആയിട്ടുള്ള മോട്ടർ വാങ്ങുന്നതും നല്ല വില വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ വൈഫൈ എനാബിൾഡ് നമുക്ക് ആക്കുന്ന ഒരു വീഡിയോ പിന്നീട് ഇടാം.
ഇപ്പോൾ ഏകദേശം വർക്ക് തീർന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ റിമോട്ടിലെ ഏതെങ്കിലും ഒരു ബട്ടൺ അമർത്തുമ്പോൾ ഫസ്റ്റ് ഗേറ്റ് തുറന്ന് വരികയാണ്. ഇനി ഗേറ്റ് അടുത്ത റിമോട്ട് ബട്ടൺ ഇപ്പോൾ അമർത്തുകയാണെങ്കിൽ ഗേറ്റ് അവിടെ തന്നെ സ്റ്റോപ്പാകും. പക്ഷേ ഇത് ഓട്ടോമാറ്റിക് ഫുള്ളായിട്ട് തുറന്നു കഴിഞ്ഞാൽ അത് ക്ലോസ് ആവാൻ നമ്മൾ സെറ്റ് ചെയ്ത സമയം ഇപ്പോൾ 40 സെക്കൻഡാണ്. ആ 40 സെക്കൻഡ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്റ്റോപ്പ് ആവും. നമ്മൾ സെൻസർ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വീട്ടിലുള്ള കുട്ടികളൊക്കെ ഓടിപ്പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആ കുട്ടികളുടെ ഹൈറ്റിനനുസരിച്ചാണ് ഇത് വെക്കേണ്ടത്. ഏറ്റവും ഉയരത്തിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ കടന്നാലും ഗേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവില്ല. ക്ലോസ് ആവുന്ന സമയത്ത് ഓപ്പൺ ആവില്ല. അപ്പോൾ അതിനനുസരിച്ച് കുട്ടികളുടെ ഹൈറ്റും കൂടി വെച്ചിട്ട് വേണം നോക്കാൻ. ഇപ്പോൾ ദാ എൻ്റെ മകൻ അങ്ങോട്ട് ഓടുന്നു. ആ സമയത്ത് തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് റിവേഴ്സ് വരികയാണ് ചെയ്യുന്നത്. മോട്ടർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പൊളാരിറ്റി വ്യത്യാസം വരും. തുറക്കേണ്ട ഭാഗത്ത് അടക്കുകയായിരിക്കും, അടക്കേണ്ട ഭാഗത്ത് തുറക്കുകയായിരിക്കും. അതിൽ കപ്പാസിറ്ററിൻ്റെ കേബിളുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുക. അതേപോലെ തന്നെ ലിമിറ്റ് സ്വിച്ചിൻ്റെ മാഗ്നറ്റിക് റീഡ് സ്വിച്ചിൻ്റെ കേബിളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ സംഗതി നടക്കുന്നതാണ്.